അങ്ങനെ കൃത്യം 6 മണിയായപ്പോഴേക്കും നമ്മുടെ വള്ളത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വള്ളം ഇറക്കി പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഏതായാലും കയറുന്നില്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. 2-3 മടികൾ മാത്രമേ വിട്ടിട്ടുള്ളൂ. മീനുകൾ തീരെ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം വള്ളങ്ങളെല്ലാം ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വല അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞിരുന്ന 2 സ്കൂട്ടറായിട്ട് വലിച്ച് വല ഇപ്പോൾ ഒരുമിച്ചായിട്ടുണ്ട്. അതായത് നെറ്റ് വല വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒത്താവും. അപ്പോൾ ഇനി ഏതായാലും വലയുടെ അകത്തുള്ള മീനുകളെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ എന്ത് മീനാണ് കിട്ടിയെന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ വല കയറി വരുന്നുണ്ട്. മീനുകൾ ആദ്യം തന്നെ തുടക്കം തന്നെ ആ മീനുകൾ തൊടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കണ്ടില്ലേ, ഇതാണ് വെള്ളാങ്കണ്ണെന്നൊക്കെ പറയും. അങ്ങനെ ഒരു മീൻ, നൊത്തോലി, പിന്നെ പാര തുടങ്ങിയ നിരവധി മീൻ ഐറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എൻഡിൽ വെറും വലയാണ് വരുന്നത് കേട്ടോ. അയ്യോ, മീൻ ഇവർക്കും കുറവാണല്ലോ. മീനുണ്ടെങ്കിലേ ഈ അവസാനം എൻ്റെ ആകുമ്പോഴേക്കും നല്ലപോലെ കാണിക്കും. കണ്ട, ഇത് കണ്ട, ഇവർക്ക് ഒത്തിരിയെങ്കിലും ഉണ്ട് കേട്ടോ. നമ്മളെ നിന്നൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. പക്ഷെ കാണാൻ കുറവാണ്. നെറ്റ് വലയിലാണ്. അത് എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു 2-3 കുട്ടയെങ്കിലും കാണും. മീൻ കണ്ട, കണവ വരെ ഉണ്ട്. കണവയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ പാരയാണ് കേട്ടോ. പാര, വെള്ളാങ്കണ്ണ്, കാരൽ, അങ്ങനെ തെളിഞ്ഞ മീനുകളാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മടിക്ക് കയറി കഴിഞ്ഞിരുന്ന അങ്ങനെ മീൻ പിടച്ച് ചാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെറ്റ് വല അതിൻ്റെ മുകളിൽ കൂടി ഇടുന്നത് കേട്ടോ. അപ്പോൾ മീനുകൾ ചത്ത് കഴിഞ്ഞിരുന്ന് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ ടൈപ്പ് മീനുകളുണ്ട്. പാര, മണങ്ക്, പങ്കട, അയല, ചീലാവ് തുടങ്ങിയ എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ ആ കച്ചവടക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് വല കമ്പ വലയിൽ നിന്ന് ഊരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. 2 സൈഡിൽ നിന്ന് നെറ്റ് വല ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഈ വല മാത്രം, അതായത് നെറ്റ് വല മാത്രം സെപ്പറേറ്റ് ഊരിയെടുത്തതിന് ശേഷമായിരിക്കും അത് മീൻ തുറന്നെടുക്കുന്നത്. അപ്പോൾ ആ 2നും ജോയിൻ്റ് ചെയ്തിട്ടുള്ള റോപ്പാണ് ആ ഊരിയെടുത്തത്. അപ്പോൾ നെറ്റ് വല സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കമ്പ വല എന്ന് പറഞ്ഞിട്ടുള്ള വലയാണ് ഇങ്ങോട്ടുള്ളത്. ഇത് 2-3 പീസാണ്. അതായത് തട്ടുവല, പിന്നെ കമ്പ, ഇതെല്ലാം 3 ജോയിൻ്റാണ്. 3 ജോയിൻ്റ് ഒരുമിച്ച് വിട്ടിട്ടാണ് നമ്മൾ അതായത് വെള്ളത്തിലോട്ട് വിടുന്നത്. വിട്ട് കഴിഞ്ഞ് അതേപോലെ വലിച്ച് ഊരിയൊക്കെ എടുക്കും. നമ്മുടെ ഒരു അങ്കിള് ഊരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ആണല്ലേ. അപ്പോൾ എല്ലാവരും മീൻ കച്ചവടക്കാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം മീൻ കച്ചവടക്കാരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും മീനിൻ്റെ ലേലം വിളിയൊക്കെ കാണാം. നമ്മുടെ വല കയറ്റിയ ഉടനെ തന്നെ വള്ളത്തിനെ മുകളിലോട്ട് വലിച്ച് കയറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ട്രാക്ടറൊക്കെ വരുന്നതിന് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് റോപ്പൊക്കെ 2 സൈഡിലൂടെയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കൂടി ചേർന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ വള്ളം പിടിച്ച് കയറ്റുന്ന ഒരു കാഴ്ച ഉണ്ടാ. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ്. നമ്മൾ കായിക അധ്വാനം മാത്രമായിരുന്നു. ഇപ്പോൾ യന്ത്രങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ ലൈലൻഡ് വള്ളങ്ങളൊക്കെ വന്നതോടെ ആൾക്കാർക്ക് മടിയും പിടിച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു കരുത്തും ഇതൊന്നും ഇപ്പോൾ ഉള്ളവർക്ക് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളതിനേക്കാൾ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മരം കണ്ട, അതോ ഇരിക്കുന്ന ആ തടി കഷ്ണം കണ്ട, 4 തടി, അത് ഒറ്റയ്ക്കൊക്കെ മുകളിലോട്ടൊക്കെ പിടിച്ച് കയറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പിടിച്ച് കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ മടിക്കും. അതാണ് ഇപ്പോഴുള്ള മാറ്റം വന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് മീൻ തുറക്കാം. അതായത് മടി തുറന്ന് അതിനുള്ളിലുള്ള മീനുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ മീനിൻ്റെ ലേലം വിളി എങ്ങനെയാണെന്നുള്ളതും നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ
അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് വട്ടത്തിൽ നിൽക്കുന്നതാണ്. വട്ടത്തിൽ നിന്നിട്ട് അത് തുറന്ന് മടിയെടുക്കുന്നത്. ഇത് ആനക്കൊഴുവയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉള്ള കൊഴുവയല്ല, ഇപ്പോൾ ആനക്കൊഴി, അതായത് വലിയ നൊത്തോലിയാണ്. കണ്ടില്ലേ, നമ്മൾ വെള്ളറയുടെ നൊത്തോലി എന്നൊക്കെ പറയും, അതായത് വെള്ള കളർ നൊത്തോലി. ഇതുപോലെ തന്നെ കരിനൊത്തോലിയുണ്ട്. അപ്പോൾ ആ നൊത്തോലിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇതും ഇപ്പോൾ മീനില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ നല്ല വില കിട്ടും. ഓരോരുത്തരായിട്ട് അങ്ങ് ഊരി എടുക്കുന്നുണ്ട്. അങ്ങനെ മടി തുറന്നിട്ടുണ്ട്. മടിയുടെ എത്തുമ്പോഴാണ് ഫുള്ള് മീനായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് പണിക്ക് പോയ, അതായത് ഈ മടിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ആ വല അങ്ങ് തുറന്നെടുക്കുകയാണ്. റബ്ബർ വിഷ് കിടപ്പുണ്ട്. നമ്മുടെ മലയുടെ എൻ്റെ എത്തിയിട്ടുണ്ടോ. അപ്പോൾ എൻ്റെ എത്തിയപ്പോഴേക്കും കണവ തുടങ്ങിയ എല്ലാ ടൈപ്പും തെളിഞ്ഞ മീനുകളാണ് കേട്ടോ. ചെറിയ നമ്മളെ തെളിഞ്ഞ മീനെന്ന് പറയുന്നത് വലിയ മീനുകൾ, അതായത് നമുക്ക് വില കിട്ടുന്ന മീനുകളെയാണ് നമ്മൾ തെളിഞ്ഞ മീനുകളെന്നൊക്കെ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതാ എല്ലാ ഇനത്തിലുള്ള മീനുകളും ഉണ്ട്. കുഴി എടുത്തിട്ടാ ആളെല്ലാം പോമില്ല എന്നാ അങ്ങനെ ഒരു കുട്ടം നിറഞ്ഞേട്ടോ. അയ്യോ നൊത്തോലി. ഇപ്പൊ മീനിന്റെ ലേലം വിളിയാണ്. 2000 രൂപ, 3100, 3500, 4000, 4000, 4100, 4100, 500, 4500, 600, 600, 700, 700, 4700, 4700, 5000, 5000 രൂപ, 5000 രൂപ, 5000, 5100, 200, 5200, 400, 5500, 5500, 5500 രൂപ, 5500, 5500 കൂട്ടുണ്ട്. 3 വിളി 5500, 2 വിളി കൂട്ടുണ്ടാണെങ്കിലും 5500, ഒറ്റ വിളി 5500. അപ്പോൾ ആർത്തക്കുട്ടയിലോട്ട് വരികയാണ്. അപ്പോൾ ഇതിൽ തെളിഞ്ഞ മീനുകളെല്ലാം, അതായത് വലിയ മീനുകളെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അയക്കൂറ, അതുപോലെ തന്നെ കണവ, പാരയൊക്കെ മാറ്റി തിരിഞ്ഞെടുക്കുന്നുണ്ട്, അയലയൊക്കെ എടുക്കും. അപ്പോൾ വച്ചമരെ നമ്മളെ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞ് ഏകദേശം 11,000 രൂപയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 11,000 രൂപയെന്ന് പറയുന്നത് മീനിൻ്റെ വില വെച്ചിട്ടാണ്. നമ്മൾ ഓരോ നാട്ടിലും മീനുകൾക്ക് ഇപ്പോൾ ഇത്രയും മീനുകൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഈ വില കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇവിടെ കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള 2-3 ഈ കമ്പ് വല മാത്രമാണ്. അതുപോലെ തന്നെ മറ്റ് വള്ളങ്ങളെല്ലാം ഉണ്ടെങ്കിലും വലയ്ക്കും മൊത്തത്തിൽ മീനൊന്നും ഇല്ല. തീരദേശത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, മീനുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ മീനുകൾക്ക് എന്ത് മീൻ കിട്ടിയാലും വിലയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കമ്പവല
സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കുട്ട മീൻ കിട്ടിയാൽ അവർക്ക് അന്നത്തുള്ള ഒരു ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മീനിന് ഇത്രയും വിലയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ മച്ചാൻ വരെ നമ്മളെ മീനും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞ് ഏകദേശം 11,000 രൂപയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 11,000 രൂപയെന്ന് പറയുന്നത് മീനിൻ്റെ വില വെച്ചിട്ടാണ്. നമ്മൾ ഓരോ നാട്ടിലും മീനുകൾക്ക് ഇപ്പോൾ ഇത്രയും മീനുകൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ ഈ വില കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇവിടെ കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെയുള്ള 2-3 ഈ കമ്പ് വല മാത്രമാണ്. അതുപോലെ തന്നെ മറ്റ് വള്ളങ്ങളെല്ലാം ഉണ്ടെങ്കിലും വലയ്ക്കും മൊത്തത്തിൽ മീനൊന്നും ഇല്ല. തീരദേശത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, മീനുകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ മീനുകൾക്ക് എന്ത് മീൻ കിട്ടിയാലും വിലയായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കമ്പവല സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കുട്ട മീൻ കിട്ടിയാൽ അവർക്ക് അന്നത്തുള്ള ഒരു ചിലവാകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മീനിന് ഇത്രയും വിലയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ അതിൻ്റെ പേയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.